കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. സിദ്ദിഖിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആ മുട്ടത്തലൻ സിദ്ദിഖുണ്ടല്ലോ, എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. സിദ്ദിഖ് എന്റെ ഒരു സിസ്റ്ററിന്റെ അടുത്ത് ഒരു ചെറിയ അസ്കിത കാണിച്ചൊരു മെസ്സേജ് അയച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ. അവൻ അറിയില്ലായിരുന്നു എന്റെ പെങ്ങളാണെന്ന്. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എവിടെയെങ്കിലും വെച്ച് കാണും, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തു. ഈ പറയുന്ന പോലെ കക്കൂസിലെ ഇത് കൃമികളെ കൊല്ലാൻ വേണ്ടി തോക്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് ഹാർപ്പിക്ക് തന്നെ ധാരാളം മതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ വരുന്ന വഴിക്ക് ശ്വേതാജിയായിട്ട് സംസാരിച്ചിരുന്നു, നമ്മുടെ ഇപ്പൊ റിസൈൻ ചെയ്ത. അറിയാം ധാരാളം കേട്ടിട്ടുണ്ട്. വിമൻ എംപവർമെന്റിന്റെ പേരിൽ നടക്കുന്ന സ്ത്രീക്ക് സുരക്ഷ കൊടുക്കുമെന്നാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്നാൽ പക്ക ഗുണ്ട രീതിയിലുള്ള പെരുമാറ്റമാണ് ശ്വേതാ മേനോൻ നേരിട്ടതെന്ന് അവരെന്നോട് പറഞ്ഞു. സിദ്ദിഖിന്റെ ഇടവേള ബാബുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ, എന്നെ മാത്രമല്ല നിങ്ങളെ രണ്ടുപേരെയും അറിയാവുന്ന അവരെ, അതായത് 6,40,00,000 ഒരു കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അപമാനിച്ചത്. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ഒപ്പം അവരൊരു BJP കാരിയാണെന്ന്, അവര് ബേസിക്കലി കോൺഗ്രസ്സുകാരിയാണ്. ആ കോൺഗ്രസ്സുകാരെ BJP കാരിയാക്കി ചിത്രീകരിച്ച് അവരെ ഒരുപാട് ഹരാസ് ചെയ്തു. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അവരാണ് BJPക്ക് ആക്ടേഴ്സിനെ എല്ലാം കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് ഇവരവിടെ അപമാനിച്ചത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുപോലെ പുറത്തു വന്ന വാർത്തത് അൻസിബ ഫയലുമായിട്ട് കയറി പട്ടപ്പെട്ടെന്ന് പറഞ്ഞ് രാജി വന്നു, തിരിച്ചു വന്നു എന്ന്. ഇതല്ല അവിടെ നടന്ന സംഭവം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഈ ഇവരുടെ തോന്നിയവാസം സ്ത്രീകളെ വളരെ മോശമായിട്ട് ഫിസിക്കലിയും മെന്റലി ഹരാസ് ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് വെടക്ക് കാമവെറിയന്മാർ ഈ അമ്മ സംഘടനയിലുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനം തീരുമാനിക്കണം. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.